കുഴൽ കിണറിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിലും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇടുക്കി നെടുങ്കണ്ടം ആദിയാർപുരം നിവാസികൾ. ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടുത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച പദ്ധതിക്കായി ടാങ്കും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കുഴൽ കിണറിലേക്ക് ചെറിയ പാത്രം കെട്ടിയിറക്കി വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. പാമ്പാടുംപാറ പഞ്ചായത്തിലെ ആദിയാർപുരം ഇല്ലിക്കാനംപടിയിൽ കഴിഞ്ഞ വർഷമാണ് ജില്ലാ പഞ്ചായത്ത് കുഴൽക്കിണർ നിർമ്മിച്ചത്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ മേഖലയാണിവിടം. പട്ടികജാതി കോളനി ഉൾപ്പെടെ 25 കുടുംബങ്ങൾക്കായാണ് പദ്ധതി ഒരുക്കിയത്. ഓരോ വീട്ടുകാരിൽ നിന്നും 3500 രൂപ വീതം ഗുണഭോക്തൃ വിഹിതവും വാങ്ങിയിരുന്നു. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഈ പ്രദേശത്തെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാനില്ല. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആണെന്നും പറഞ്ഞ് ഇവിടെ കൊഴക്കണ്ടടിച്ചു. കൊഴക്കണ്ടടിച്ചത് എസ് ഫണ്ടാണെന്നും പറഞ്ഞ് 450 അടിക്കുള്ള പൈസ അവർ അനുവദിച്ചെന്ന് പറഞ്ഞു. ബാക്കി പൈസ ഞങ്ങൾ കയ്യിൽ നിന്നിട്ടാണ് കൊഴക്കണ്ടടിച്ചത്. ഇത് അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ വെള്ളത്തിൻ്റെ അവർ പറയുന്നത് പൈപ്പ് വേണം, അവരുടെ ഈ ഫണ്ടില്ല, ടാങ്ക് പണിയണം എന്നല്ല ഇങ്ങനെ ഓരോ ഉപാധികൾ പറഞ്ഞ് ഞങ്ങളെ ഓരോ ദിവസത്തിന് ഇങ്ങനെ മാറ്റി വിടുവാണ്. 900 അടിയോളം താഴ്ചയിലാണ് കുഴൽക്കിണർ നിർമ്മിച്ചത്. എന്നാൽ അനുബന്ധമായി ടാങ്കും ജലവിതരണ പൈപ്പുകളും മോട്ടോറും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൂലിവേലക്കാരായ നാട്ടുകാർ വില കൊടുത്തും വിദൂര മേഖലയിൽ നിന്നും തലച്ചുമടായും വെള്ളമെത്തിക്കേണ്ട അവസ്ഥയാണ്. ചെറിയ പാത്രം കയറിൽ കെട്ടിയിറക്കിയാണ് കുഴൽക്കിണറിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നത്. ഇവിടെ ഒരു വാഹനത്തിൽ പോലും വെള്ളം ഓരോ ഭവനങ്ങളിൽ എത്തിക്കുവാൻ വഴികളോ മറ്റ് കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. രാവിലെ പോകും, വൈകിട്ട് പോകും. അങ്ങനെ കൊണ്ടുവന്ന് 1.5 കിലോമീറ്റർ ദൂരം നടന്നാണ് വെള്ളം ഇവിടെ ഓരോ ഭവനങ്ങളിലും എത്തിക്കുന്നത്. പദ്ധതി പൂർത്തീകരിക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഉപഭോക്താക്കളായ 25 വീടുകളിൽ വെള്ളം എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കൂലിപ്പണി കഴിഞ്ഞ സന്ധ്യയ്ക്കൊക്കെ ലൈറ്റ് വട്ടത്തിൽ വരെ ഇവിടെ വെള്ളം കോരിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പദ്ധതി അടിയന്തരമായി പൂർത്തീകരിച്ച ജലവിതരണത്തിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ആറാലുമുട്ടിൽ മിനി ലോറി ചായക്കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അതിയന്നൂർ സ്വദേശി ഗോപാലൻ ആണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കവിള ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറി മുൻപേ സഞ്ചരിക്കുകയായിരുന്ന മിനി ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം തെറ്റിയായിരുന്നു അപകടം. ലോറി കടയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ഇവിടെ ചായ കുടിക്കാൻ എത്തിയതായിരുന്നു ഗോപാലൻ. പരിക്കേറ്റവർ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് കളനാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. മകനും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ബേക്കൽ മൗവൽ റഹ്മത്ത് നഗറിലെ ആമിന മൻസിലിൽ റുക്സാന ആണ് മരിച്ചത്. മകൻ മുഹമ്മദ് റസൂൽ, ഓട്ടോറിക്ഷ ഡ്രൈവർ മൗലവിയിലെ സിറാജുദ്ദീൻ എന്നിവരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ വാഹനാപകടത്തിൽ 2 മരണം. കണ്ണാടിപ്പറമ്പിൽ സ്കൂട്ടർ പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കാട്ടാമ്പള്ളി സ്വദേശികളായ അജീർ, ബന്ധു, റാഫിയ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഉണ്ടായത്. തൃശൂർ ദേശീയപാത നാട്ടികയിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 മരണം. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം തിരു സ്വദേശികളാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കൊടൈക്കനാലിൽ വിനോദയാത്ര പോയി മടങ്ങിയിരുന്ന 6 സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിന് ഇടെ വന്ന ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച 2 പേരുടെ മൃതദേഹം തൃശൂർ മദർ ആശുപത്രിയിലും ഒരാളുടേത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദേശീയപാത 66 തൃശൂർ വലപ്പാട് കുരിശുപള്ളിക്ക് സമീപം ബൈക്കിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. കുന്നംകുളം പഴഞ്ഞി സ്വദേശി ജൂബിൻ ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. സുഹൃത്തും ഒത്ത് ബൈക്കിൽ വരവെ നിയന്ത്രണം വിട്ട് ബൈക്ക് റോഡിൽ തെന്നി മറിയുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് ടൈൽസ് ജോലിക്ക് എത്തിയതായിരുന്നു വിപിൻ. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും അർഹരായവരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നടപടിക്കെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ് പീഡിത ജനകീയ മുന്നണി.
എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും അർഹരായ 1031 പേരെ ഒഴിവാക്കിയതായാണ് പരാതി. 2017 ഏപ്രിലിൽ നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരെ പുതുതായി കണ്ടെത്തി എന്നായിരുന്നു അന്നത്തെ ഡെപ്യൂട്ടി കളക്ടറുടെ അറിയിപ്പ്. എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനും ജില്ലാ കളക്ടർ കൺവീനറുമായുള്ള സെല്ലിൽ ലിസ്റ്റ് അവതരിപ്പിച്ചപ്പോൾ 287 പേരായി പട്ടിക ചുരുങ്ങി. മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ മുഴുവൻ ദുരിതബാധിതരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പിലൂടെ 1905 പേരെ പട്ടികയിലെടുത്തിരുന്നു. അതിൽ നിന്ന് 1031 പേരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കിയവരൊക്കെ അർഹതപ്പെട്ടവരാണ്, ലിസ്റ്റിൽ വരേണ്ടവരാണ്. ലിസ്റ്റിൽ വന്നിട്ടും ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ഞങ്ങളെ അംഗീകരിക്കും വരെ ഞങ്ങൾ പോരാടും. എല്ലാവരും ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ദുരിതബാധിതർക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ പീഡിത മുന്നണി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ദുരിതബാധിതരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 2019 ജനുവരി 30 സെക്രട്ടേറിയറ്റിനു മുന്നിൽ ദുരിതബാധിതരുടെ അമ്മമാർ നടത്തിയ അനിശ്ചിതകാല പട്ടിണി സമരത്തെ തുടർന്നുണ്ടായ ചർച്ചയിലാണ് ലിസ്റ്റ് വിപുലീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. 13-കാരനെ പീഡിപ്പിച്ച കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ ഗിരീഷിന് 26 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 4 വർഷം അധികമായി തടവ് ശിക്ഷ അനുഭവിക്കണം. മാനസിക പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗിന് എത്തിയ 13-കാരനെ പലതവണ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി മറ്റൊരു പോക്സോ കേസിലും പ്രതിയാണ്. സ്പെഷ്യൽ കോടതി ജഡ്ജി ആജ് സുദർശനാണ് കേസിൽ വിധി പറഞ്ഞത്. RS വിജയമോഹനായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഗിരീഷിന് 26 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വന്നിരിക്കുന്നത്. ഈ 1.5 ലക്ഷം രൂപ ഈ പീഡിപ്പിച്ച വ്യക്തിമായ കുട്ടിക്ക് നൽകണം. കുട്ടിക്ക് നൽകിയില്ലെങ്കിൽ 4 വർഷം കൂടുതൽ തടവ് അനുഭവിക്കും. അതോടൊപ്പം തന്നെ 4 വകുപ്പുകളിലായിട്ടാണ് ശിക്ഷ വന്നിരിക്കുന്നത്. ഒന്ന് ഇദ്ദേഹം ഒരു പബ്ലിക് സർവൻ്റാണ്. പബ്ലിക് സർവൻ്റ് നിലയിൽ ഒരു പബ്ലിക് സർവൻ്റ് ഒരു കുട്ടിയെ ലൈംഗികമായി ആക്രമിച്ചതിന് 7 കൊല്ലമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 വകുപ്പുകളുള്ളത്, ഒന്ന് ഒരു മാനസിക അസ്വാസ്ഥ്യം ഉള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിന്, പിന്നെ ഒന്നിലേറെ തവണ ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് വകുപ്പ്. അതാണ് പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ. ഇതില്ലാതെ ഇതിൽ കൂടെ പ്രധാനപ്പെട്ട വകുപ്പ് ഇദ്ദേഹത്തിന് ഈ പ്രതിയെ ഈ രണ്ടാമത്തെ പോക്സോ കേസിലാണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിയെ 2 പോക്സോ കേസിൽ ശിക്ഷിക്കുന്നത് അപൂർവമായിട്ടാണ്. അപ്പോൾ അതിന് ഒരു 7 കൊല്ലം കൂടെ ശിക്ഷ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ 26 കൊല്ലം ശിക്ഷയും കഠിന തടവാണ്. പക്ഷേ 7 കൊല്ലം കൺകറന്റ് ആയതുകൊണ്ട് 7 കൊല്ലം അനുഭവിച്ചാൽ മതി. കാസർഗോഡ് പൂച്ചക്കാട് സ്വദേശിയായ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂറിന്റെ ദുരൂഹമരണത്തിൽ അന്വേഷണം. മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം അറിയണം എന്നാവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് മഹൽ കമ്മിറ്റി. മരണത്തിന് പിന്നാലെ വീട്ടിൽ നിന്ന് 600 പവനോളം സ്വർണം കാണാതായ വിവരം പുറത്തുവന്നതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. പാലക്കാട് വാളയാറിന് സമീപം വട്ടപ്പാറ ദേശീയപാതയിൽ കാർബൺ ഡയോക്സൈഡ് വാതകവുമായി പോവുകയായിരുന്ന ടാങ്കറിന് പിന്നിൽ ലോറിയിടിച്ച അപകടം. കഞ്ചിക്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കറിന്റെ പിൻവശം പൊട്ടി വാതകം പൂർണ്ണമായും ചോർന്നു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. 4 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി വാതക ചോർച്ച നിയന്ത്രണ വിധേയമാക്കി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ തകരാറിലായ ലിഫ്റ്റ് നന്നാക്കാൻ നടപടിയായിട്ടില്ല. ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതിനാൽ രോഗികളെ സ്ട്രക്ചറിൽ ചുമന്ന് താഴെ എത്തിക്കുന്നത് പതിവ് കാഴ്ചയാണ്. സർക്കാർ അനുമതി നൽകിയാൽ പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കാൻ പണം നൽകാൻ തയ്യാറാണ് എന്ന് NA നെല്ലിക്കുന്ന് MLA പ്രതികരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ 2 ലിഫ്റ്റുകളും തകരാറിലായിട്ട് 1 മാസത്തോളമായി. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 7 നിലകളുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ അടുത്തിടെ ഒരു കിടപ്പ് രോഗിയെ 6-ാം വാർഡിൽ നിന്നും ഒരു മൃതദേഹം 3-ാം വാർഡിൽ നിന്നും ചുമട്ടുതൊഴിലാളികളുടെ സഹായത്തോടെ സ്ട്രക്ചറിൽ ചുമന്നാണ് താഴെ എത്തിച്ചത്. ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടായ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു.
പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ തുടർ നടപടിയൊന്നുമുണ്ടായില്ല. ധനവകുപ്പിന്റെ പ്രത്യേകാനുമതി നൽകിയാൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുതിയ ലിഫ്റ്റിനായി തുക നൽകാൻ തയ്യാറാണെന്ന് എന്നെ നെല്ലിക്കുന്ന് MLA പറഞ്ഞു. പഴയ ലിഫ്റ്റാണ്. ആധുനിക രീതിയിലുള്ള ഒരു പുതിയ ലിഫ്റ്റ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സ്ഥാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. HMCയിൽ ഫണ്ടില്ല എങ്കിൽ സർക്കാർ മുൻകൈ എടുക്കണം. പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കാൻ 40 ലക്ഷത്തോളം രൂപ വേണം. നഗരസഭയുടെ മേൽനോട്ട പരിധിയിലാണ് ജനറൽ ആശുപത്രി. തകരാറിലായ ലിഫ്റ്റ് നന്നാക്കണമെങ്കിൽ 7 ലക്ഷത്തോളം രൂപ നൽകണം. പുതിയ വലിയ ലിഫ്റ്റ് സ്ഥാപിക്കുമോ അതോ അറ്റകുറ്റപ്പണി നടത്തി ഇതുതന്നെ പ്രവർത്തനം പുനരാരംഭിക്കുമോ എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. ചികിത്സാ മേഖലയിൽ ജില്ല അനുഭവിക്കുന്ന പരാധീനതകൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ലിഫ്റ്റ് പ്രശ്നവും കീറാമുട്ടിയായി തുടരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളെ സഹായിക്കാൻ ചുമട്ടുതൊഴിലാളികളുടെ ഹെൽപ്പ് ഡെസ്ക്. ലിഫ്റ്റ് തകരാറിൽ ആയതിനെ തുടർന്ന് രോഗികളെ കയറ്റാനും ഇറക്കാനുമാണ് ചുമട്ടുതൊഴിലാളികളുടെ സൗജന്യ സഹായ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. റാമ്പില്ലാത്ത കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് പണിമുടക്കിയതോടെയാണ് ചുമട്ടുതൊഴിലാളികളുടെ സൗജന്യ സഹായ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. കിടപ്പ് രോഗികളെ കയറ്റാനും ഇറക്കാനുമാണ് ഇവരുടെ സേവനം. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മസ്ദൂർ സേവാ ട്രസ്റ്റാണ് സഹായ കേന്ദ്രം തുടങ്ങിയത്. 7 നിലകളുള്ള ജനറൽ ആശുപത്രി കെട്ടിടത്തിൽ രോഗികളെ സ്ട്രക്ചറിൽ താങ്ങി എടുത്തുകയറ്റുകയും ഇറക്കുകയും ചെയ്യും. രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സേവനം. ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ നമ്മൾ BMSന്റെ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളിവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ലിഫ്റ്റ് റെഡിയാവുന്നവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. 6 ചുമട്ടുതൊഴിലാളികളാണ് കേന്ദ്രത്തിലുണ്ടാവുക. ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനം നിലച്ചതിനാൽ നേരത്തെ തൊഴിലാളികൾ ഇത്തരത്തിൽ 2 തവണ സഹായം ചെയ്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേള. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലി യൂണിവേഴ്സൽ പ്ലൈവുഡ് കമ്പനി തൊഴിലാളി തീച്ചൂളയിൽ വീണു. കൊൽക്കത്ത സ്വദേശി നസീർ ആണ് തീ ഹോളിൽപ്പെട്ടത്. 15 അടി താഴ്ചയിലേക്കാണ് വീണത്. രാവിലെ പൈപ്പ് ഉപയോഗിച്ച് നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിഭാഗം കത്തി അമർന്ന് വീഴുകയായിരുന്നു. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കോടതിയുടെ വിധി വന്നതോടെ സർക്കാരിനെതിരെ UDF ഉന്നയിച്ച ആരോപണങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് എന്നും CV വർഗീസ് പറഞ്ഞു. ഈ വിധിയുടെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി UDF കേന്ദ്രങ്ങളും നിശ്ചിത താല്പര്യക്കാർ ഉയർത്തിയിരുന്ന എല്ലാ വാദങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്. ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് LDF ഗവൺമെന്റ് പോകുന്നത്. ക്വാറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിലവിലുള്ള ക്വാറിക്ക് പ്രവർത്തിക്കാം. ആ പ്രവർത്തിക്കുന്നതിന് ഇപ്പോൾ തടസ്സമില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആധിപത്യം നടത്തും. തീർച്ചയായും ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ബഫർ സോൺ വിഷയത്തിൽ ജനപക്ഷ നിലപാടുകളാണ് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുള്ള നിലപാടിനെ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. കോട്ടത്തറ ആശുപത്രിയിൽ ജീവനക്കാരുടെ പ്രതിഷേധം. ഇന്നലെ ചികിത്സയ്ക്കെത്തിയ രോഗിയും സഹായിയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്തിരുന്നു. ഒളിവിൽ പോയ പ്രതികളെ ഉടൻ പിടികൂടണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ജീവനക്കാരുടെ പ്രതിഷേധം. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ പ്രവർത്തക കൺവെൻഷൻ ഇരട്ടിയിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സാഹിദ AK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത, ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലത K എന്നിവർ മുഖ്യാതിഥികളായി. റൂറൽ പരിധിയിലെ 300ഓളം പ്രതിനിധികൾ പ്രവർത്തക കൺവെൻഷനിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന പ്രഥമ പുസ്തകോത്സവമായ റാട്ട് 2023 തുടക്കമായി. തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പുസ്തക ഉത്സവം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ സാംസ്കാരികമായി ഇടപെടലുകൾ നടത്തണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഭക്ഷ്യമന്ത്രി GR അനിൽ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മന്ത്രി D സുരേഷ് കുമാർ അടക്കമുള്ള വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഏപ്രിൽ 30 വരെ ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്.
കോഴിക്കോട് കട്ടിപ്പാറ ചമലിൽ എക്സൈസിന്റെ ചാരായവേട്ട 5 ലിറ്റർ ചാരായവുമായി ഒരാൾ പിടിയിലായി. കാരപ്പറ്റപ്പുറയിൽ സ്വദേശി ടെഞ്ചർ രബീഷ് ആണ് പിടിയിലായത്. താമരശ്ശേരി കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വയനാട് പുഴുതനയിൽ വീണ്ടും പുലി ഭീതി. പശുവിനെ ആക്രമിച്ച പുലി കൊന്നു. പലതവണയായി പ്രദേശത്ത് 7 പശുക്കളെയാണ് പുലി കൊന്നത്. വയനാട് പുഴുതന ഗ്രാമപഞ്ചായത്തിലെ അച്ചൂർ 13-ലാണ് പുലിയാക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ വയലിൽ മേയാൻ വിട്ട പശുവിനെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിലാണ് ജഡം കണ്ടെത്തിയത്. ഇതിനുണ്ട് പുലി കടിച്ചിട്ട് പകുതി തിന്ന ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾ പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വിളിച്ച് അവർ വന്നപ്പോൾ ഇത് സ്ഥിരീകരിച്ച് പുലി തന്നെയാണ് കടിച്ചതെന്നുള്ളത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. 1 മാസം കൊണ്ട് 5-ലധികം പശുക്കളെ പുലി കൊന്നു തിന്നിരുന്നു. ശല്യത്തിന് അനുസരിച്ച് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെടുമ്പോൾ ആ സമയത്ത് ഒന്ന് അവർ കൂടൊക്കെ വെക്കുന്നുണ്ട്. എന്നാൽ കൂട് വെച്ചതിനുള്ളൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നില്ല. പുലിശല്യം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുലി സാന്നിധ്യമുണ്ടായതോടെ ആഴ്ചകൾക്ക് മുൻപ് പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പുലി സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിക്കപ്പെട്ടതോടെ പ്രദേശത്തെ തോട്ടം തൊഴിലാളികൾ ആശങ്കയിലാണ്. ന്യൂസ് 18 വയനാട്. ശാന്തിഗിരി ആശ്രമം പുതുതായി ആരംഭിച്ച ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായുള്ള ടീ കോർണറിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. ഗവൺമെന്റ് ആയുർവേദ കോളേജിന് സമീപമാണ് കേന്ദ്രം. ആദ്യ ടീ കോർണർ നേരത്തെ ചാലയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. CPI നേതാവ് പന്നി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം, ജ്ഞാനതപസ്വി, എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ സബീർ തിരുമല തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.